അങ്ങനെ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് ചുരുണ്ട് കൂടുന്നത് പഠനാവശ്യാർത്ഥമോ അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ആവശ്യാർത്ഥമോ ഒക്കെ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് ഞാൻ ഷാഫിയാണ്, ഹനഫിയാണ് എന്ന് പറഞ്ഞ് കൂടുന്നത് തെറ്റല്ല. അത് തെറ്റാകുന്ന ഒരു രൂപമാണുള്ളത്. എന്താണ് രൂപം? അത് ഇമാം ഷാഫി റഹിമഹുല്ല എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. ശരിക്കും ശ്രദ്ധിക്കണം. ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം ഷാഫി എന്ന് പറഞ്ഞാൽ പ്രവാചകനല്ലല്ലോ, ആണോ? അല്ല, ഒരു പണ്ഡിതനാണ്. തെറ്റുപറ്റാം എന്നതാണ് സങ്കല്പം, അല്ലേ? മാസൂമല്ല. അപ്പം ഇമാം ഷാഫി റഹിമഹുല്ല എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കും, നിരുപാധികം സ്വീകരിക്കും, സ്വീകരിച്ചു കൊള്ളണം. അത് ഖുർആനോട് അനുകൂലമായി പറഞ്ഞാലും പ്രതികൂലമായി പറഞ്ഞാലും ഞാൻ അതെൻ്റെ ബാധ്യതയാണ്, അത് നിർബന്ധമുള്ള സംഗതിയാണ്. അതാണ് ഷാഫി ഇമാമിനോടുള്ള ബഹുമാനം എന്ന് വിശ്വസിച്ചാൽ കാര്യം അപകടമാണെന്ന് മാത്രമല്ല, അത് ശിർക്കും കൂടിയാണ്. വെറും ബിദ്അത്തല്ല, പിന്നെ ശിർക്കാണ്. എന്തുകൊണ്ട് ശിർക്കാണ്? നിരുപാധികമുള്ള അനുസരണം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ മൗദൂദിസം പറയാണ്, ഇഖ്വാനിസം പറയാണെന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ വിഷയം പഠിക്കാത്തതുകൊണ്ടാണെന്ന് മാത്രമേ പറയാനുള്ളൂ. നിരുപാധികം ഉള്ള അനുസരണം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്രവാചകനെ കുറിച്ചും പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പറയും പ്രവാചകനെ അനുസരിക്കണം. പക്ഷെ അതും നിരുപാധികം അല്ല. പിന്നെ പ്രവാചകൻ മാസൂമാണ്, തെറ്റൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? പ്രവാചകൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്ന് പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അത് ഞാൻ അനുസരിക്കണം, അത് നിങ്ങളൊക്കെ അനുസരിക്കണം എന്ന് പറയുന്നതിന് കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അത് പറയാണ് വേണ്ടത്. പക്ഷെ അതും നിരുപാധികമാണോ? അല്ല. അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ് നമ്മളങ്ങനെ അനുസരിക്കുന്നത്. ഒന്ന്, എന്നാൽ പിന്നെ അങ്ങനെ നമുക്ക് വാപ്പനെ പറ്റിയും പറഞ്ഞൂടെ? വാപ്പനെ അനുസരിക്കണം അള്ളാഹു പറഞ്ഞില്ലേ? അല്ലേ? മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞില്ലേ? ഷാഫി ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാരെ അനുസരിക്കണം എന്നും അള്ളാഹു പറഞ്ഞില്ലേ? അല്ലേ? നിങ്ങൾക്ക് പറയുന്നതിന് കുഴപ്പം, ഞാൻ ഷാഫി ഇമാം എന്തു പറഞ്ഞാലും അനുസരിക്കും. നിങ്ങൾ നേരത്തെ പ്രവാചകനെ പറ്റി പറഞ്ഞല്ലോ. പ്രവാചകൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും, അനുസരിച്ചു കൊള്ളണം. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ പറയാൻ പാടുണ്ട് എന്നല്ല, അങ്ങനെയാണ് പറയേണ്ടത്. എന്നിട്ടും നമ്മൾ ഷാഫി ഇമാമിൻ്റെ അവിടേക്ക് വരുമ്പോൾ അങ്ങനെ പറയുന്നില്ല. എങ്ങനെ? ഷാഫി ഇമാം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്ന് പറയുന്നില്ല. എന്നാൽ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നമ്മളെ വിശ്വാസം. ഒരു വേള ഷാഫി ഇമാമിനെ അനുസരിക്കാൻ ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹ്. അപ്പം എന്താ ഡിഫറൻസ്? ആ ഡിഫറൻസ് ഉണ്ട്. രണ്ടും അള്ളാഹ് പറഞ്ഞതാ. പ്രവാചകനെ അനുസരിക്കണം എന്നും ഇമാമിയങ്ങളെ അനുസരിക്കണം എന്നും രണ്ടും ആര് പറഞ്ഞിട്ടുണ്ട്? അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യത്യാസമുണ്ട്. രണ്ടും സ്വാഭാവികമാണെങ്കിലും പ്രവാചകനിലുള്ള ഉപാധിയേക്കാൾ കൂടുതൽ ഉപാധി എവിടെ ഉണ്ട്? ഷാഫി ഇമാമിലും മാതാപിതാക്കളിലും ഉണ്ട്. പ്രവാചകനിൽ ഒരൊറ്റ ഉപാധിയേ ഉള്ളൂ. എന്താണ് ഉപാധി? അള്ളാഹു പറഞ്ഞതുകൊണ്ട് എന്നുള്ള മാത്രം ഉപാധിയുള്ളൂ. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പ്രവാചകനെ അനുസരിക്കണം, വേറെ ഉപാധിയില്ല. ഷാഫി ഇമാമിൽ രണ്ട് ഉപാധിയുണ്ട്. എന്താ? ഒന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, മറ്റൊന്ന് ഞാൻ പറഞ്ഞതുപോലെ ഷാഫി ഇമാം പറയുമ്പോഴേ നിങ്ങൾ അനുസരിക്കാവൂ. ഞാൻ എന്താണോ പറഞ്ഞത് അതുപോലെ ഷാഫി പറഞ്ഞു എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഞാൻ പറഞ്ഞതിന് വിരുദ്ധമാണ് ഷാഫി പറഞ്ഞത് റഹിമഹുല്ല, എന്നാൽ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. എന്നാൽ ഈ രണ്ടാമത്തെ ഉപാധി എവിടെ ഇല്ല? പ്രവാചകനിൽ ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹ് പറഞ്ഞതിന് വിരുദ്ധമായി പ്രവാചകൻ കൽപ്പിക്കൂല. അവിടെയാണ് ഡിഫറൻസ്. അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി പ്രവാചകൻ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. അതാണ് നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാസൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൻ വ മാസൂം, അബ്ദുൻ വ മാസൂം. ഇമാം ഷാഫിഈ ലൈസ മാസൂമൻ വഇൻ കാന അബ്ദൻ ഫലികൗനിഹി മുതഅർറിളൻ ലിൽ ഖതഇ
അദ്ദേഹത്തിന് തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരാളായതുകൊണ്ട് അള്ളാഹു പറഞ്ഞു എന്നത് മാത്രം പോരാ, ആ കണ്ടീഷൻ മാത്രം പോരാ. പിന്നെ ഏത് കണ്ടീഷനും കൂടി വേണം? അള്ളാഹു പറഞ്ഞതിനോട് അനുസൃതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പന എങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കണം, അനുസൃതമല്ലെങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പാടുണ്ട് എന്ന് ഒരുത്തം വിശ്വസിച്ചാൽ ഓൻ ഔട്ടായി. എവിടുന്ന്? സുന്നി എന്നല്ല, ഇസ്ലാം ദീനിൽ നിന്ന് ഔട്ടായി. അതിനാണ് ശിർക്ക് ത്വാ എന്ന് പറയാം, അനുസരണ ശിർക്ക്. അനുസരണ ശിർക്കിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പഴയ തലമുറയിലെ ആളുകളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജമാഅത്താരാവുന്നൊന്നുമില്ല. അനുസരണ ശിർക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മജ്മൂ ഫത്താവയുടെ 1-ാമത്തെ വാള്യത്തിൽ തന്നെ തൗഹീദും ശിർക്കും പറയുന്ന സ്ഥലത്ത് ഈ വിഷയം പറഞ്ഞു. ശിർക്ക് ത്വാ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കുമുള്ള നിരുപാധികം അനുസരണ പാടില്ല, എന്നാൽ പ്രവാചകന് നിരുപാധികം അനുസരണയുണ്ട്. ഏത് നിരുപാധികം? 1-ാമത്തെ ഉപാധി കഴിഞ്ഞിട്ടുള്ള നിരുപാധികം. 1-ാമത്തെ ഉപാധി ഏതാ? അള്ളാഹു പറഞ്ഞു, അതാ ആ ഉപാധി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഷാരി എന്ന് പറയുമ്പോൾ പ്രവാചകനെ ഉദ്ദേശിക്കാറുണ്ട്, അല്ലേ? ഷാരി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിഖിൻ്റെ കിതാബിലൊക്കെ വ്യാപകമായിട്ട് നമ്മൾ ഉസ്താദുമാർ ചൊല്ലിക്കൊടുക്കുമ്പോൾ പറയും ഷാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള കൽപ്പന വന്നു. ഈ ഷാരി എന്ന് പറഞ്ഞാൽ ആരാ? ചിലപ്പോൾ അള്ളാഹു എന്ന് ഉദ്ദേശിക്കും, ചിലപ്പോൾ നബി എന്ന് ഉദ്ദേശിക്കും. എന്താ നബി ഷാരിയാ? അതെ, മജാസിയായിട്ട് നബിയെക്കുറിച്ച് ഷാരി എന്ന് പറയും. തിരിഞ്ഞോ? മജാസൻ നിലക്ക് പ്രവാചകനെക്കുറിച്ച് ഷാരി എന്ന പദം വ്യാപകമായി മുസ്ലിം പണ്ഡിതന്മാർ പറയാറുണ്ട്. പക്ഷേ ഇമാം ഷാഫിനെ പറ്റി പറയാൻ പറ്റൂല. ഷാഫി ഇമാമു ഷാരി അല്ല. ഒരർത്ഥത്തിൽ പ്രവാചകൻ പോലും ആരല്ല? ഷാരിയല്ല. പക്ഷെ എന്നാൽ പ്രവാചകനെക്കുറിച്ച് ഷാരി എന്ന് പറയാം. അത് ഏത് പരിഗണിച്ചിട്ടാ? പ്രവാചകൻ എന്ത് പറഞ്ഞാലും അത് അള്ളാഹ് പറഞ്ഞതാണ്, കാരണം മഅസൂമാണ്. തിരിണ്ടോ? അതുകൊണ്ടാണ് അള്ളാഹ് പ്രത്യേകിച്ച് അടിവരയിട്ട് പറഞ്ഞു വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ഉണ്ടോ? പ്രവാചകനങ്ങൾ കണ്ണും കെട്ടി അനുസരിച്ചോളൂ. ആ അനുസരണം ആർക്കുള്ളതാണ്? അള്ളാഹിനുള്ളതാണ്. ഷാഫി ഇമാമിന് അങ്ങനെയല്ല. ഷാഫി ഇമാമിനെ കണ്ണും കെട്ടി അനുസരിച്ചാൽ അത് അള്ളാഹുവിനുള്ള അനുസരണം ആയിക്കൊള്ളണമെന്ന് ഇല്ല. ചിലപ്പോൾ ആവാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. സംഗതി മനസ്സിലാക്കി. കാരണം നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പഠിക്കാത്തതിൻ്റെ പേരിലും സംഘടനാ വാശിയുടെ പേരിലും ചില ആളുകൾ പറയുന്നത് പിന്നെ അനുസരണയിലെ ശിർക്ക് എന്ന് പറയുന്നൊരു ശിർക്കില്ല. അത് ജമാഅത്തിൻ്റെ ആളുകൾ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. കാരണം അനുസരണം അള്ളാഹു അല്ലാത്തവർക്കും പറ്റും എന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഭാര്യ ഭർത്താവിന് അനുസരിക്കണം, സന്താനങ്ങൾ മാതാപിതാക്കൾക്ക് അനുസരിക്കും, അല്ലേ? ജനങ്ങൾ അവരുടെ നേതാക്കന്മാർക്ക്, ഇമാമിയങ്ങൾക്ക്, അവരുടെ ഭരണാധികാരികൾക്ക് അനുസരിക്കണം. അപ്പം പിന്നെ അള്ളാഹ് അല്ലാത്തവർക്ക് അനുസരിച്ചു പോയാൽ ശിർക്കാവും എന്നത് ശരിയല്ല. അത് മൗദൂദീസാണ് എന്ന് പറയുന്ന ഒരു വക്രീകരിക്കപ്പെട്ട ഒരു വാദമുണ്ട്, അല്ലെങ്കിൽ ഒരു പേച്ചവാദം. അത് പേച്ചവാദമാണ്. എന്തുകൊണ്ട്? നമ്മൾ മാതാപിതാക്കൾക്ക് അനുസരിക്കുന്നത് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്കല്ല, പിന്നെ അത് മിൻഹൈസു സൂറ മാതാപിതാക്കൾക്കാണെങ്കിലും മിൻഹൈസുൽ ഹഖീഖ അള്ളാഹുവിനാണ്. പ്രത്യക്ഷത്തിൽ അനുസരിക്കപ്പെടുന്നത് മാതാപിതാക്കളാണെങ്കിലും യഥാർത്ഥത്തിൽ അനുസരിക്കപ്പെടുന്നത് ആരാണ്? അള്ളാഹുവാണ്. കാരണം മാതാപിതാക്കൾക്ക് നിങ്ങൾ അനുസരിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുസരിക്കുന്നത്. അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെ ഭരണാധികാരികൾക്ക് നമ്മൾ അനുസരിക്കണം, സംശയമില്ല. അത് എന്തുകൊണ്ടാണ്? അള്ളാഹ് പറഞ്ഞു ഉലിൽ അംരി മിൻകും. അതിൽ ഭരണാധികാരികൾ പെട്ടു, മുജ്തഹിദീങ്ങളെ ഇമാമിങ്ങളും പെട്ടു. 2 തഫ്സീറുണ്ട് അതിന്. തിരിയണ്ട പറഞ്ഞേ. അപ്പം നിങ്ങളുടെ നേരത്തെ ചോദ്യത്തിൻ്റെ മർമ്മത്തിലേക്ക് വരാം. ഒരു മദ്ഹബിലേക്ക് മാത്രം അങ്ങ് ചുരുണ്ടുകൂടി ഞാൻ ഷാഫി മദ്ഹബുകാരനാണെന്ന് പറയുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് വലിയ കുഴപ്പമായിട്ട് ചില ആളുകൾ കാണുന്നുണ്ട്. മുജാഹിദും ജമാഅത്തിൽപ്പെട്ട പല ആളുകളും ഒരാൾ ഷാഫി മദ്ഹബ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അന്ധമായ തഖ്ലീദാണ്, അല്ലെങ്കിൽ അതൊരു ഖുറാഫാത്താണ്, അതൊരു പിന്തിരിപ്പൻ നിലപാടാണ്. അത് ശരിയല്ല.
അതിൽ അപകടം വരൽ എപ്പോഴും മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ട്. ഷാഫി ഇമാം എന്ത് പറഞ്ഞാലും അനുസരിച്ച് കൊള്ളണം, ഞാൻ അനുസരിക്കും നിരുപാധികം എന്ന അർത്ഥത്തിലാണോ അവൻ ഷാഫി മദ്ഹബുകാരൻ എന്ന് പറയുന്നത് എങ്കിൽ അത് ഷിർക്ക് ആണ്. കേവലം ബിദ്അത്ത് എന്നല്ല ഇതിനെപ്പറ്റി പറയാം. പിന്നെ എന്തെന്ന് പറയാം? ഷിർക്ക് എന്നാ പറയാം. ഇത് ഞാൻ പറയുന്നതല്ല, അല്ലെങ്കിൽ ഇബ്നു തൈമിയ പറയുന്നത്. ഇത് ഇമാം ഗസാലി വരെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫൈസലു തഫ്രീഖ ബൈനൽ ഇസ്ലാമി വ സന്ദഖ എന്ന കിതാബിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ അർത്ഥത്തിനൊന്നുമല്ല. പിന്നെ ഇമാം ഷാഫി റഹിമഹുല്ല വലിയ ഒരു പണ്ഡിതനാണ്, എന്നെക്കാളും കഴിവുള്ള ആളാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ കഴിവുള്ള ഒരു പണ്ഡിതനാണ് എന്ന് ലോകത്ത് സർവാംഗീകൃതമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഞാനാണെങ്കിൽ അത്ര കഴിവില്ലാത്ത ഒരാളുമാണ്. തിരിയുണ്ടാവും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ളതാണ്. അദ്ദേഹം ഗ്രന്ഥം എഴുതി മരിച്ചുപോയി എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പല വിമർശകരും എന്താക്കിയിട്ടുണ്ട്? പഠന വിധേയമാക്കിയിട്ടുണ്ട്. അനുകൂലികളും എതിരാളികളുമായ പലരും ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങൾ, നിലപാടുകൾ വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഉണ്ടായേക്കാവുന്ന സ്ഖലിതങ്ങളും തകരാറുകളും ഒക്കെ എന്താക്കപ്പെട്ടിട്ടുണ്ട്? അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 100% എന്നല്ല, ഏകദേശം അതൊക്കെ നെല്ലും പതിരും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വേർതിരിക്കാൻ വേണ്ടി എതിരാളികൾ പോലും ദുരുദ്ദേശപരമായിട്ടാണെങ്കിൽ പോലും പരിശ്രമിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നെല്ലും പതിരും എന്തായാലും വേർതിരിഞ്ഞു. എന്നാൽ എതിരാളികളെക്കാൾ കൂടുതൽ സ്വന്തക്കാരായ ആളുകൾ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയോടുള്ള ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമായിട്ട് മഹാനവറുകളുടെ നിലപാടുകളിലെ ശരിയും തെറ്റും വേർതിരിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അഥവാ അത് ഒരു മഖ്ദൂമായ മദ്ഹബ. മഖ്ദൂം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞാണ് സേവനം ചെയ്യപ്പെട്ട മദ്ഹബ്. അത് ഷാഫി മദ്ഹബിൻ്റെ മാത്രം പ്രത്യേകത അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഷാഫി എന്നുള്ള ഉദാഹരണം പറയാം. ഇത് ഹനഫി, മാലിക്കി, ഹംബലി എല്ലാ മദ്ഹബുകൾക്കുള്ളതാണ്. ഒരു കൂട്ടം മുഫസ്സിറുകൾ, ഒരു കൂട്ടം മുഹദ്ദിസുകൾ, ഒരു കൂട്ടം ഉസൂലി പണ്ഡിതന്മാർ, ഒരു കൂട്ടം അറബി ഭാഷ പണ്ഡിതന്മാർ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു മഹാസമുച്ചയമാണ് ഏത്? ഷാഫി മദ്ഹബ്. അവരെല്ലാവരും അവരവരുടെ ആംഗിളിൽ നിന്നുകൊണ്ട് ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന കർമ്മശാസ്ത്രധാരയെ, കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വാസം ഇല്ല എന്നുള്ള അർത്ഥത്തിനല്ല കേട്ടോ, വിശ്വാസപരമായ കാര്യങ്ങളും ഷാഫി മദ്ഹബ് തന്നെ. പൂർണ്ണമായ സുന്നി സലഫി ആശയമാണ് ഇമാം ഷാഫി റഹിമഹുല്ലയുടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ എല്ലാ ശാഖകളിലുമുള്ള പണ്ഡിത ശിരോമണികൾ ഷാഫി മദ്ഹബിന് എന്ത് ചെയ്തിട്ടുണ്ട്? പരിശോധിക്കുന്ന വിഷയത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറെക്കുറെ എനിക്കൊരു മനസ്സമാധാനമുണ്ട്. പറയുന്ന മനസ്സിലാണ്ടാവും. ഏറെക്കുറെ ഞാൻ ഈ മദ്ഹബിനെ പിന്തുടർന്നു പോയാൽ വലിയ ഒരു അബദ്ധത്തിൽ പോയി ചാടൂല, വലിയ പൊട്ടൻകിണറിൽ പോയിട്ട് വീണു പോകൂല. കാരണം എന്താ? ഇതിലുള്ള ഏകദേശം എല്ലാ മസാലകളും പഠനവിധേയമാണ്. ശരിയുള്ളതിനെ ശരിയായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, തെറ്റുള്ളതിനെ തെറ്റാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തെറ്റിൻ്റെ പിന്നാലെ പോകണ്ട. തിരിഞ്ഞോ? ശരി, ആ ശരിയാണ് ഷാഫി മദ്ഹബ്. അപ്പം അങ്ങനെ ഒരു ശരിയുടെ പിന്നാലെ പോകാനുള്ള ഏറ്റവും സൗകര്യം എൻ്റെ മുമ്പിൽ എത്തിക്കപ്പെട്ടിട്ടുള്ള വളരെ സൗകര്യമുള്ള ഒരു നിലപാട് എന്ന അർത്ഥത്തിലാണ് ഞാൻ ഷാഫി എന്ന് പറയുന്നത്. ആ നിലക്ക് ഞാനൊരു ഷാഫി മദ്ഹബുകാരനാണ്. തെറ്റിനെ തെറ്റായി കാണാനും അറിയാനും മനസ്സിലാക്കാനും എനിക്ക് ഈ മദ്ഹബിൽ നിന്നുകൊണ്ട് തന്നെ സാധിക്കും. അങ്ങനെ ഞാനതിനെ മാറ്റി നിർത്തും എന്ന അർത്ഥത്തിന് ഞാൻ ഷാഫി മദ്ഹബ് എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. തിരിയുണ്ടാവും. ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥി, ജാമിയ നൂരിയെ പഠിക്കുന്ന ഒരു കുട്ടി ഫൈസി എന്ന് പറയും, ബിരുദം വാങ്ങിപ്പോകുമ്പോൾ ഫൈസി, അത് പറയുന്നതിന് വല്ല കുഴപ്പമുണ്ടാവും? ഒരു കുഴപ്പമില്ല. അവൻ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്, അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ പേരാ പറയുന്നത്, ഒരു കുഴപ്പമില്ല. അതേസമയത്ത് ഓൻ തന്നെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ എന്ത് ശിർക്ക് പഠിപ്പിച്ചാലും അതൊക്കെ ഞാൻ അംഗീകരിക്കും, എന്ത് തോന്നിവാസം അവർ ഉസ്താദുമാർ പറഞ്ഞെന്നാലും അതൊക്കെ മതമാണ് എന്ന് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടുള്ള ഫൈസി എന്നാണോ പറയുന്നത്? എന്നാലും മുശ്രിക്കായി, മുർത്തദ്ദായി, മുബ്തദിയായി. അതേസമയത്ത് അങ്ങനെയൊന്നുമല്ല. അതൊരു വിദ്യാഭ്യാസ കേന്ദ്രമാണ്, മതസ്ഥാപനമാണ്, ഖുർആൻ സുന്നത്തും അവർ പഠിപ്പിക്കുന്നുണ്ട്, അതിൽ ശരിയായ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളും എന്ന അർത്ഥപ്രകാരം ഒരാളൊരു ഫൈസി എന്ന് പറയുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പം ഇതൊക്കെ പറയാം.
മലൈബാരി, ഫുലാൻ മലൈബാരി, അന ഹിന്ദി എന്നതുപോലെയുള്ള ഒരു നിസ്ബയാണ് ഫുലാൻ അൽ ഷാഫിഈ, അൽ ഹനഫി എന്ന് പറയുന്നത്. അപ്പം അതിനെന്തില്ല? തകരാറില്ല. തിരിഞ്ഞോ? തകരാറുണ്ടാകുന്ന രൂപമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി തകരാറില്ല എന്നുള്ളത് നമ്മൾ വന്നല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് കുറച്ചും കൂടി ഗൗരവമുള്ളതാണ്, ഡോസ് കൂടി വരണല്ലോ. അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ഷാഫിന്ന് പറയേണ്ടതുണ്ടോ? പറയാമെന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞു. ഷാഫിന്ന് ഇങ്ങനെ എത്ര ശാഠ്യം പിടിച്ച് പറയേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഹനഫിന്ന് ഇങ്ങനെ പറയണോ? ഒരു സലഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ പോരെ? സലഫി മദ്ഹബ് അല്ലെങ്കിൽ ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ പോരെ? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, അതൊക്കെ ഒരു സംഘടന എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ, നമ്മൾ വിരോധമില്ല. KNM എന്നോ വിഷ്ണു ഗ്രൂപ്പ് എന്നോ ജമാഅത്ത് ഇസ്ലാമി എന്നോ ഒരു സംഘടന എന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഒരു കർമ്മശാസ്ത്ര ധാര എന്ന നിലക്ക് ജമാഅത്ത് ഇസ്ലാമി ഇല്ല. തിരിയുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിയുടെ കർമ്മശാസ്ത്ര ധാര ഏതാ? അതിനാരാ ഖിദ്മത്ത് ചെയ്തത്? അത് മഖ്ദൂമാണോ? ആരാ അതിനെ ഖിദ്മത്ത് ചെയ്തത്? അല്ലെങ്കിൽ KNMന്റെ മദ്ഹബ് ഏതാ? ആര് ഖിദ്മത്ത് ചെയ്തു? ഏത് മുഫസ്സിറാണ് KNMന്റെ മദ്ഹബിനെ ഖിദ്മത്ത് ചെയ്ത്? ഏത് മുഹദ്ദിസ? അൽബാനിയോ? അൽബാനി KNMനെ ഖിദ്മത്ത് ചെയ്ത്? അപ്പം അതുകൊണ്ട് ഈ കർമ്മശാസ്ത്രധാര എന്ന നിലക്ക് സലഫി മദ്ഹബ് ഇല്ല, ജമാഅത്ത് മദ്ഹബ് ഇല്ല, ഇഖ്വാനി മദ്ഹബ് ഇല്ല, മുജാഹിദ് മദ്ഹബ് ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. കർമ്മശാസ്ത്രധാര എന്ന നിലക്ക് മുസ്ലിം ലോകത്തുള്ളത് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഇതിങ്ങനെ ആയിത്തീർന്നതാ. ഇതേ പാടുള്ളൂ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അഞ്ചാമത്തതോ ആറാമത്തോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ തന്നെ പറയും. പക്ഷെ നിലവിൽ ഇപ്പോൾ 4 എണ്ണം അത് വളരെ ബൃഹത്തായ രീതിയിൽ മഖ്ദൂമാണ്. മഖ്ദൂം എന്ന് പറഞ്ഞില്ലേ, അതിനെ വിശാലമായിട്ട് സേവനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സേവനത്തിൽ മാത്രം എഴുതപ്പെട്ട ഭാഷാഗ്രന്ഥങ്ങൾ പോലും ഉണ്ട്. ഉസൂലും തഫ്സീറും ഹദീസും അല്ല, ഭാഷാഗ്രന്ഥം. തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് കേട്ടിട്ടുണ്ടാവും. ഇമാം നവവി റഹിമഹുല്ലയുടെ 4 തടിച്ച വാള്യങ്ങളുള്ള കിതാബാണ് തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത്. അത് ഷാഫി മദ്ഹബുമായി ബന്ധപ്പെട്ട, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഭാഷ പറയുന്ന കിതാബാണ്. നിങ്ങൾ വിചാരിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ അൽമൗരീദും അൽമുഞ്ചിദും മാത്രമാണ്. അത് അറബിക് കോളേജിൽ, ശരീഅത്ത് കോളേജിൽ അത് മാത്രം മതിയാവില്ല. ശരീഅത്ത് കോളേജിൽ ഭാഷ പഠിക്കണമെങ്കിൽ അൽമൗരീദിൻ്റെയും അൽമുഞ്ചിദിൻ്റെയും അൽഖാമൂസിൻ്റെയും പുറമെ ഞാൻ ഈ പറയുന്നതൊക്കെ വേണം. തിരിഞ്ഞോ? അപ്പോൾ ഭാഷാപരമായിട്ട് പോലും വമ്പിച്ച സേവനത്തിന് വിധേയമായ മദ്ഹബുകളാണ് ഈ 4 മദ്ഹബുകൾ. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വളരെ വലിയ അളവിൽ മനസ്സമാധാനം ഉണ്ട് ഈ 4 മദ്ഹബുകളിൽ. ഈ പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥം 4 മദ്ഹബ് മാസൂമാണെന്നല്ല, കണ്ണും കെട്ടി സ്വീകരിക്കാമെന്നുമല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ മൗലവിമാരിൽ നമുക്കുണ്ടാകുന്ന മനസ്സമാധാനത്തെക്കാൾ കൂടുതൽ മനസ്സമാധാനം എവിടെ ഉണ്ട്? അത് പറയണം. ഏതെങ്കിലും മൗലവിമാരെന്തെങ്കിലും പറഞ്ഞ് അത് തന്നെയാണ് പിന്നെ വേദവാക്യം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ശരിയല്ല പറയുന്നത്. നമ്മുടെ മനസ്സമാധാനം ഷാഫി മദ്ഹബിൽ തന്നെയാണ്, മറ്റു മദ്ഹബുകളിലുമാണ്. അതിൻ്റെ അർത്ഥം ഇതിനെതിരിൽ ഏതെങ്കിലും ഒരു മൗലവി പറഞ്ഞാൽ അത് തെറ്റാണെന്നല്ല. ചിലപ്പോൾ മൗലവി പറഞ്ഞായിരിക്കും ശരി. തിരിയുണ്ടോ? ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, അതിൻ്റെയും മുന്നേ പോയാൽ ഷെയ്ഖ് ഇബ്നു തൈമിയെ പോലെയുള്ള മഹാന്മാർ നിരൂപിച്ചത് ശരി തന്നെ ആയിരിക്കും. അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഒരു സാധാരണക്കാരനായ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം തുമഅനീനത്ത് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. സാധാരണക്കാരന് ഷെയ്ഖ് അൽബാനിയെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആരറിയും? ഷാഫി ഇമാമിനെ അറിയും. എല്ലാവർക്കും അറിയാം. അത് മുജാഹിദ് സംഘടനയിലുള്ള ഒരുത്തൻ പോലും, ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയിലുള്ള ഒരുത്തൻ പോലും മൗദൂദി സാഹിബ് എന്ന് അദ്ദേഹം മിമ്പറിൻ്റെ മുകളിൽ കേൾക്കില്ല, ഇമാം ഷാഫി എന്ന് മിമ്പർമെന്ന് കേൾക്കും. തിരിഞ്ഞോ? പരിശുദ്ധ മക്കയിലെ സലഫികൾ ഭരിക്കുന്ന പരിശുദ്ധ മക്കയിലെ മിമ്പറിൻ്റെ മുകളിൽ നിന്ന് ഇമാം ഷാഫിനെ കേൾക്കും. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അത്ര കേട്ടോളം എന്നില്ല, ഷെയ്ഖ് അൽബാനിനെ തീരെ കേട്ടോളം എന്നില്ല. ഞാനിതൊന്നും ഒരു വിമർശനം എന്നൽക്കല്ല പറയുന്നത്. മുസ്ലിം ലോകത്തിൻ്റെ മനസ്സിൽ കയറിക്കൂടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അളവിൽ ആര് തന്നെയാണ്? 4 മദ്ഹബിൻ്റെയും ഇമാമിയങ്ങളാണ്. അപ്പോൾ ഷാഫി എന്ന് പറയാമെന്നല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഷാഫി എന്ന് പറയണം എന്നാണ്. എവിടെ? ഷാഫി മദ്ഹബിന് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ. ഇപ്പോൾ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ എന്തെന്ന് പറയണം? ഷാഫിഈ എന്ന് പറയണം. നേരത്തെ പറഞ്ഞ അപകടങ്ങളൊക്കെ ഒഴിവാക്കണം.
ഏത് ഞാൻ കണ്ണും കെട്ടി എന്തു പറഞ്ഞാലും അങ്ങനെയൊന്നുമല്ല. തിരിഞ്ഞോ? പഠന സൗകര്യാർത്ഥം എൻ്റെ മനസ്സമാധാനം പരിഗണിച്ചുകൊണ്ട് ഞാൻ ഷാഫി മദ്ഹബാണ്, അതങ്ങനെ തന്നെ പറയണം. ഇവിടെ ഹനഫി എന്ന് പറഞ്ഞുകൂടാ, മാലിക്കി എന്ന് പറയും. കാരണം ഹനഫി എന്ന് മാലിക്കി എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ ഒന്നാമത്തെ നിർബന്ധമില്ലല്ലോ. ഹനഫി എന്ന് പറയുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. രണ്ടാമത്തത്, ഈ ഒരു സാഹചര്യത്തിൽ ഹനഫി എന്ന് പറയുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കല, സാധാരണക്കാരുടെ ഇടയിൽ ഒരാശയക്കുഴപ്പമുണ്ടാക്കല. എന്നാൽ ഷാഫിയാണ് എന്ന് തറപ്പിച്ച് പറയുന്നതിന് കേരളീയ സാഹചര്യത്തിൽ വല്ല അപകടമുണ്ടോ? അപകടമില്ല താനും. നമ്മുടെ പഠന പ്രക്രിയ എളുപ്പമാകും. തിരിഞ്ഞോ? പ്രത്യേകിച്ച് പിന്നെ പ്രൈമറി തലത്തിലും സെക്കൻഡറി തലത്തിലും ഡിഗ്രി തലത്തിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ ഒരു മദ്ഹബിൽ തന്നെ ഒതുങ്ങി നിന്ന് തന്നെ പഠിക്കണം. അതേസമയം പി ജിയിലൊക്കെ വന്നു, PhD കാരനൊക്കെ ആയി, റിസർച്ചിൻ്റെ ലെവലിലേക്കൊക്കെ വന്നു. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ കുറച്ചൊക്കെ എന്ത് ചെയ്യാം? വികാസം ഉൾക്കൊള്ളാം. വ്യക്തി ജീവിതത്തിൽ ഓൻ്റെ സ്വന്തം ഭാര്യമാരുടെ, സ്വന്തം കുട്ടികളുടെ അടുക്കൽ ഓനെ 100% ഉൾക്കൊള്ളുന്ന അവൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലൊക്കെ എന്ത് ചെയ്യാം? നമ്മളൊക്കെ പലപ്പോഴും സംസാരിക്കാറുള്ളത് പോലെ തുറന്ന് സംസാരിക്കാം. മറ്റ് മദ്ഹബുകളിലേക്കൊക്കെ വികസിക്കാം, അതിൻ്റെ അപ്പുറത്തേക്കും വികസിക്കാം. നമ്മളങ്ങനെ കുടുസായ ചിന്താഗതിക്കാരൊന്നുമല്ല. നമ്മൾ പല മസലകളിലും 4 മദ്ഹബിൻ്റെ അപ്പുറത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? വികസിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കരുതേണ്ടത് എന്താണ്? നമ്മുടെ പിന്നിലുള്ള സാധാരണക്കാരായ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും മതപരമായിട്ട് ലഭിച്ചിട്ടില്ലാത്ത മുസ്ലിം സമൂഹത്തെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്ന രീതിയിലാവരുത്. ആ അപകടം നമ്മൾ എന്ത് ചെയ്യണം? ശരിക്ക് കെയർ ചെയ്യണം. അത് ഉണ്ടായിത്തീരാൻ പാടില്ല. അതിൻ്റെ അർത്ഥം കെട്ടിപ്പൂട്ടി വൈജ്ഞാനികമായി ഇനി വികസിക്കാൻ പാടില്ല, പഠിച്ചതൊന്നും മറക്കാൻ പാടില്ല, പുതിയതൊന്നും പഠിക്കാൻ പാടില്ല എന്ന രീതിയിലാകരുത്. മുഖാറന വേണം, കമ്പാരറ്റീവ് സ്റ്റഡി വേണം. നമ്മളെ കോളേജിൻ്റെ ലൈബ്രറിയിൽ മറ്റേ കിതാബും ഉണ്ടാകാൻ പാടില്ല എന്ന് ചില സംഘടനക്കാർ പറഞ്ഞല്ലേ, അതിനൊന്നും നമ്മൾ സപ്പോർട്ടല്ല. ഷറഹുൽ മുഹദ്ദബ് നോക്കാൻ ആരെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ മറ്റേ തങ്ങൾ? ആരാടാ എന്നോട് ഷറഹുൽ മുഹദ്ദബ് നോക്കാൻ പറഞ്ഞു? ആരാടാ എന്നോട് തോഫ നോക്കാൻ പറഞ്ഞു? തോഫയും ഷറഹുൽ മുഹദ്ദബും കൂടി നോക്കാനുള്ള പെർമിഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് മൊരടന്മാരങ്ങൾ? നിങ്ങൾ എന്തോ അലക്ക ഈ സമുദായത്തിന് കൊടുക്കുക? അതല്ല ഞാൻ പറയുന്നത്. വലിയ പണ്ഡിതന്മാരായി വരുമ്പോൾ തോഫയും ഷറഹുൽ മുഹദ്ദബും അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ നോക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ അത് നാട്ടുകാരോട് പറയേണ്ടി വരും, എപ്പോഴുമല്ല, ചിലപ്പോഴൊക്കെ നാട്ടുകാരോട് പറയേണ്ടി വരും. ഖൈറും ഷറും നോക്കണം. പറയലാണോ ഖൈറ്, പറയാതിരിക്കലാണോ ഖൈറ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇജ്തിഹാദാണ്. തിരിഞ്ഞോ? ഞാൻ പറയലാണ് ഖൈറ് എന്ന് എനിക്ക് തോന്നിയത്, പറയലല്ല ഖൈറ് എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നിയത്. അതൊക്കെ നമ്മളുടെ ഇടയിൽ അതിലൊക്കെ ഒരു സഹിഷ്ണുത വേണം. എനിക്ക് തോന്നിയതേ നിങ്ങൾക്കും തോന്നാവൂ എന്ന് വാശി പിടിക്കാൻ എല്ലാ സ്ഥലത്തും പറ്റൂല. അപ്പം അങ്ങനെയുള്ള ഒരു വളരെ പക്വമായ ഒരു സിയാസത്ത് നമ്മൾ ഈ വിഷയത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാഫി ഹനഫി ഒന്നും ആവശ്യമില്ല. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ എന്ന വളരെ സുതാര്യമായ, വളരെ സിമ്പിളായിട്ടുള്ള നിയമമാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിനുള്ളത്. അത് ഒരു വേള ഫിഖ്ഹിൽ മാത്രമല്ല, അഖീദയിൽ പോലും അങ്ങനെ. ഞാൻ എപ്പോഴും തുറന്നു പറയുന്ന കാര്യമാണ്. അഖീദയിൽ പോലും ഒരാളെ, ഒരു പണ്ഡിതനെ ഒരാൾ ഫോളോ ചെയ്തു, ആ പണ്ഡിതൻ പെശകായിരുന്നു, ഫോളോവറും പെശകാവും. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കലാവും കുറ്റവാളിയാവോ? ഇല്ല. അഖീദയിൽ പോലും. അത് ഷെയ്ഖ് ഇബ്നു തൈമിയ പോലും സമ്മതിച്ചിട്ടുണ്ട്. സംഗതി അഖീദയുടെ വിഷയം കുറച്ച് കടുപ്പുള്ളതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ എന്നതിൻ്റെ പരിധിയിൽ ഫിഖ് മാത്രമല്ല വരുന്നത്, ഫിഖ് മാത്രമാണ് വരുന്നത് എന്ന വ്യാഖ്യാനം പിൽക്കാലത്തുള്ള ആളുകൾ കെട്ടിച്ചമച്ച വ്യാഖ്യാനം ആണ്. അത് പ്രാമാണികം അല്ല. എന്തുകൊണ്ട്? ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ എന്ന ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം പോലും ഫിഖ് അല്ല, പിന്നെ അഖീദയാണ്. ഖുർആനിൽ 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. ഒന്ന് സൂറത്തുൻ നഹലാണ്, മറ്റേ സൂറത്ത് ഏത് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ബാക്കി എന്താ? ഇൻ കുന്തും ലാ തഅലമൂൻ ബിൽ ബയ്യിനാതി വസ്സുബുർ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കൂ എന്ന് ആരോടാ പറഞ്ഞത്? വേദക്കാരോട്, ജൂതൻ നസ്രാനിയോടാ പറഞ്ഞത്. അപ്പം ജൂതനും നസ്രാനിയും മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങൾ വേദപണ്ഡിതന്മാരോട് ചോദിക്കൂ, അബ്ദുല്ലാഹി ഇബ്നു സലാമിനോട് ചോദിക്കൂ, വറഖത്ത് ഇബ്നു നൗഫലിനോട് ചോദിക്കൂ. മുഹമ്മദ് നബി കള്ളത്തരം പറയുന്ന ആളാണോ? അല്ലേ? അപ്പം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസം അഥവാ നുബൂവത്ത് എന്ന് പറഞ്ഞാൽ ഫിഖാണോ?
ഫിഖ്ഹി മസല അല്ല. അപ്പോൾ വളരെ ഗുരുതരമായ മസലയിൽ പോലും, ഉസൂലിൽ പോലും നിങ്ങൾ സ്വന്തമായി ചിന്തിച്ച് കണ്ടെത്താനുള്ള ശേഷി നിങ്ങൾക്കില്ലെങ്കിൽ ഫസ്അലു, നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കൂ. അവർ പറയും മുഹമ്മദ് നബി സത്യവാനാണ്, എന്നിട്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കൂ. അപ്പോൾ ഉസൂലിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം തന്നെ. പിന്നെ എങ്ങനെയാണ് ഈ സബബുൻ നുസൂലിനെ, ഉസൂൽ ഫിഖ്ഹിൽ ഒരു നിയമമുണ്ട്, സബബുൻ നുസൂൽ ഖത്ഇയ്യു ദുഖൂൽ ഫിൽ ഹുക്ം. സബബുൻ നുസൂൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോണ്ടാക്സ്റ്റ് എന്തായിരുന്നാലും ഈ വിധിയുടെ ഉള്ളിൽ പ്രവേശിക്കും. ഖത്ഇയ്യു ദുഖൂലാണ് ഒന്ന്. രണ്ടാമത്തത് അൽ ഇബ്റത്തു ബി ഉമൂമിൽ മാന ലാ ബി ഖുസൂസി അൽ ലഫ്ളി അല്ലെങ്കിൽ ബി ഖുസൂസി സബബി എന്ന് ഉസൂലിൻ്റെ ഖായിദല്ലേ. അപ്പം വിശാലാർത്ഥമാണ് അതിനുള്ളത്. അപ്പം മുസ്ലിമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള ശരിക്ക് അംഗീകരിച്ച, സമ്മതിച്ച, വിശ്വസിച്ച ഒരാളാണോ എങ്കിൽ അവന് ബാക്കിയുള്ള അഖീദ വിഷയത്തിൽ പോലും അവൻ്റെ മുമ്പിൽ കിട്ടുന്ന പണ്ഡിതന്മാരോട് ചോദിക്കുന്നല്ല നിർവാഹമുണ്ട് മക്കളെ. ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ മഹല്ലിലെ ഒരു സാധാരണക്കാരൻ, ഓന് വിശ്വാസപരമായ വല്ല സംശയങ്ങളുണ്ടായാൽ ഓൻ ജമാഅത്തിൻ്റെ പള്ളിയിലല്ലേ പോയി ചോദിക്കുക? അല്ലേ? ഓന് സമസ്തക്കാരൻ മറസ് പോയി ചോദിക്കോ? ഇല്ല. അപ്പോൾ ജമാഅത്തിൻ്റെ പള്ളിയിലുള്ള പണ്ഡിതൻ എന്താ പറയുന്നത് അതെന്നല്ലേ ഈ സാധാരണക്കാരൻ വിശ്വസിക്കുക? അതെന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത് അഖീദ വിഷയത്തെയും ഉൾക്കൊള്ളുന്നതാണ് തഖ്ലീദ്. അഖീദ വിഷയത്തെയും ഉൾക്കൊള്ളുന്നതാണ് തഖ്ലീദ്. അത് വളരെ സമഗ്രമായി ഗഹനമായി ഞാൻ പഠനവിധേയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന കിതാബ് നോക്കാം. ഞാനത് ആവർത്തിക്കുന്നില്ല, അത് അറബിയിലാണ്, മലയാളത്തിലല്ല. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ നോക്കിയാൽ ഈ സംശയത്തിൻ്റെ എല്ലാ വശങ്ങളെയും കെട്ടയച്ചുകൊണ്ട് നിവാരണം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ അടിയറപ്പിച്ചു പറഞ്ഞു, പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു, അഖീദയിലും തഖ്ലീദ് അനുവദനീയം ആണ്. അഖീദയിൽ തഖ്ലീദ് പാടില്ല എന്ന സിദ്ധാന്തം മുതക്കല്ലിമുകൾ ഇറക്കുമതി ചെയ്തതാണ്. അശ്അരികളായ മുതക്കല്ലിമുകളും മുഅ്തസിലികളായ മുതക്കല്ലിമുകളും ഇറക്കുമതി ചെയ്തതാണ്. അത് ശരിയല്ല. അശ്അരികളിൽ തന്നെ ഒരു ചെറിയ വിഭാഗം അതിനെതിരാണ്. അഹ്ലുസുന്ന മൊത്തവും അതിനെതിരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും അതിനെതിരാണ്. തീർന്നോ? അതൊക്കെ ശരിയാണ്. അഖീദ ഖത്ഈയായിരിക്കണം, ഉസൂലുൽ അഖായിദും ഒക്കെ ഖത്ഈയായിരിക്കണം. എന്നാലും അതിൽ തഖ്ലീദ് അനുവദനീയമാണ്. ഖബർ വാഹിദ് കൊണ്ട് അഖീദ സ്ഥിരപ്പെടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, ഖബർ വാഹിദ് കൊണ്ട് സ്ഥിരപ്പെടുന്ന ഒരുപാട് അഖീദകളുണ്ട്, അതും അഖീദയാണ്. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഖബർ വാഹിദ് കൊണ്ട് മാത്രം സ്ഥിരപ്പെട്ട ഒരു അഖീദയെ ഒരാൾ നിഷേധിച്ചാൽ ഓനെ കാഫിർ എന്ന് പറയില്ല. ഓനെന്ത് ചെയ്യാൻ പറ്റില്ല? കുഫർ ആരോപിക്കാൻ പറ്റില്ല. ആ നിഷേധം കുഫറല്ല. അതേസമയത്ത് വിശുദ്ധ ഖുർആൻ കൊണ്ടോ മുത്തവാത്തിറായ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെട്ട ഒരു അഖീദയെ നിഷേധിക്കുന്നത് കുഫറാണ്. ഓനെപ്പറ്റി കാഫിർ എന്ന് പറയണ്ട, അത് പറയണമെങ്കിൽ ഉപാധികളുണ്ട്. പക്ഷേ ആ നിഷേധം കുഫറാണ്. ആ നിഷേധം എന്താണ്? കുഫറാണ്. എന്നാൽ ഖബർ വാഹിദ് കൊണ്ട് മാത്രം സ്ഥിരപ്പെട്ട ഒരു അഖീദയുടെ നിഷേധം എന്തല്ല? കുഫറല്ല, ബിദ്അത്ത് എന്നേ പറയാൻ പറ്റൂ. ഏതുപോലെ പിന്നെ 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 ഖബറിലെ ശിക്ഷ ഉദാഹരണം. ഖബറിലെ ശിക്ഷ ഒന്നും അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. എങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞ് ചില ആൾക്കാരങ്ങനെ പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ വേറൊന്ന്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണോ അഫ്ളൽ, അലി ഇബ്നു അബി ത്വാലിബാണോ അഫ്ളൽ? അയ്യുഹുമ അഫ്ളൽ, ഉസ്മാൻ അം അലിയുൻ? അത് അഖീദയാണല്ലോ, അതിൽ ഹദീസുകളുണ്ടല്ലോ, പക്ഷെ മുത്തവാത്തിറല്ല അല്ലേ? കുന്നാ നഖൂലു വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ ഇന്ന അഫ്ളല ഉമ്മത്തിഹി ഇന്ന അഫ്ളല നാസി അബൂബക്കറിൻ സുമ്മ ഉമറു സുമ്മ ഉസ്മാൻ എന്ന് ബുഖാരിൻ്റെ ഹദീസുണ്ട്. പക്ഷേ അടെന്തില്ല? ഖത്ഈയ്യത്ത് ഇല്ല നിങ്ങൾ പറയും പോലെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ അലിയുൻ അഫ്ളൽ മിൻ ഉസ്മാൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെ കുഫറാണെന്ന് പറയാൻ പറ്റില്ല, ബിദ്അത്താണ് എന്ന് പറയാം. തിരിയുണ്ടാവും. അപ്പോൾ തഖ്ലീദ് അവിടെയൊക്കെ പറ്റും. അപ്പോൾ വസ്സലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ എന്നതാണ് സുതാര്യമായ പിന്നെ എന്താ പറയുക ശരാശരി നിയമം. അതിൽ നമ്മളാരും വിയോജിപ്പല്ല. ഈ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നമ്മളെ നാട്ടിലുള്ള ഏതെങ്കിലും സാധാരണക്കാരൻ അവൻ്റെ കണ്ണ് കിട്ടിയ പണ്ഡിതന്മാരോട് മതവിധി ചോദിച്ച്
അവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് നമ്മളാരും എതിരല്ല. അതിൻ്റെ പേരിലോ ശൂന്യല്ല എന്നോ അവൻ പേച്ചവനാണ് എന്നോ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സിയാസത്ത് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ അഖണ്ഡതയും ഭദ്രതയും കെട്ടുറപ്പും ഇസ്ലാമിക ദാവത്തിൻ്റെ വ്യാപനവും അതുപോലെ മുസ്ലിം സമൂഹത്തിൻ്റെ, അതിനേക്കാൾ പ്രധാനം മുസ്ലിം സമൂഹത്തിൻ്റെ മാനസിക ഇണക്കം, തഗ്ലീഫുൽ ഖുലൂബ്, ഇതിനെല്ലാം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഓരോരുത്തർ കണ്ണ് കണ്ടവരോടൊക്കെ ചോദിച്ച് നിങ്ങളൊരു നിലപാട്, ഞാൻ വേറെ നിലപാട്, ഇങ്ങനെ ആകുന്നതിനേക്കാളും അങ്ങനെ ആവാം. പക്ഷെ അങ്ങനെ ആകുന്നതിനേക്കാളും നമ്മളിപ്പോൾ പറയേണ്ടത്, നമ്മളിപ്പോൾ മാതൃകയായി സ്വീകരിക്കേണ്ടത്, നമ്മളിപ്പോൾ ജനങ്ങളെ നയിക്കേണ്ടത് ഏത് ശൈലിയിലേക്കാണ്? മദ്ഹബിനെ ഫോളോ ചെയ്യുക. ഷാഫി, കേരളത്തിൽ ഷാഫി, അതേ സലഫി എന്ന് പറയുന്നത് ഷാഫി എന്ന് പറയുന്ന നമ്മൾ വ്യത്യാസം ഉണ്ടാവും. അത് രണ്ടും വൈരുദ്ധ്യങ്ങളല്ല, അത് വെറുതെ ഓരോരുത്തർക്ക് തോന്നുന്നതാ. ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്ലു അഹ്ലി ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ താത്വികമായി ശരിയാണ്. ആരോട് ചോദിക്കാം? പണ്ഡിതനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആരോട് ചോദിക്കാം. അയാൾ പറഞ്ഞനുസരിച്ച് എന്ത് ചെയ്യാം? പ്രവർത്തിക്കാം. നിങ്ങളെ നിസ്കാരത്തിലും നിങ്ങളെ നോമ്പിലും നിങ്ങളെ വിവാഹത്തിലും ത്വലാഖിലും കച്ചവടത്തിലും ഒക്കെ പറ്റും. പക്ഷെ എന്താവരുത്? നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും കണ്ണും കെട്ടി ഞാൻ സ്വീകരിക്കും എന്ന നിലപാടിലേക്ക് പോകരുത്. അങ്ങനെ വരുമ്പോൾ ഷിർക്കാവും. ഷിർക്കു ത്വാ, തൗഹീദുൽ ഹാക്കിമിയത്തൊക്കെ അവിടെ വരുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കാർ പോലും മറന്നുപോയ തൗഹീദുൽ ഹാക്കിമിയത്ത് അവിടെയാണ് വരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഒരു പൊളിറ്റിക്സ് എന്ന നിലക്ക്, സമൂഹത്തിൻ്റെ അഖണ്ഡത എന്ന നിലക്ക്, അതിലേറെ ഹൃദയങ്ങളുടെ അടുപ്പം എന്ന നിലക്ക്, ഹൃദയങ്ങൾ അടുപ്പിക്കുക എന്നുള്ളത് വലിയ സംഭവമാണ്. സമസ്തക്കാരൻ്റെ പള്ളിയുണ്ട് അവിടെ, അതിന് തൊട്ടപ്പുറത്തൊരു മുജാഹിദിൻ്റെ പള്ളി, മൂന്നാമത് ഒരു 10 മീറ്റർ അപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു പള്ളി. ഇതൊന്നും ഇസ്ലാമിക രീതിയല്ല കേട്ടോ. നിങ്ങൾക്ക് അത്ര വേറെ സെപ്പറേറ്റ് പള്ളി വേണം നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു 500 മീറ്റർ അപ്പുറത്തുണ്ടാക്കിക്കോളി. ഇവിടുന്ന് വാങ്ങിക്കൊടുത്താൽ അവിടെ കേൾക്കൂല. ഇത് ഈ പള്ളീൻ്റെ മുമ്പ് തന്നെ കൊണ്ടുവന്ന പള്ളി, സമസ്തക്കാരെ പള്ളി നിസ്കരിക്കാൻ പാടില്ല എന്നാരെ പറഞ്ഞ്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? തഗ്ലീഫുൽ ഖുലൂബ് വളരെ വലിയ സംഗതിയാണ്. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോട് പല സമയങ്ങളിലും പല മസലകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത ഫത്വയിൽ കാണാം. ഇപ്പോൾ ഒരു പള്ളിയിൽ നിങ്ങൾ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി നാട്ടിൽ പോവാം, ഖുബൂരിയത്തും ഖുറാഫാത്തും വിളയാട്ടം നടത്തുന്ന ഒരു നാട്ടിൽ നിങ്ങൾ പോവുകയാണ്. ബിസ്മി ഉറക്കം ഓതണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാട്. പക്ഷെ ആ നാട്ടിലെ ആൾക്കാരൊക്കെ നിസ്കാരത്തിൽ ബിസ്മി അങ്ങനെ ഉറക്കെ ഓതുന്നവരാ. നിങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം ബിസ്മിൻ്റെ ജഹറും സിറും ആണോ? അല്ല. ആ നാട്ടിലുള്ള ഖുബൂരി ഷിർക്കൻ നിലവാരത്തിൽ നിന്ന് അവരെ തൗഹീദിലേക്ക് പതുക്കെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അതല്ലേ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു നാട്ടിൽ പോവാം. അപ്പോൾ അവിടെ പോയിട്ട് അവിടെയുള്ള മാപ്പിളാരെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുക? ഭിന്നിപ്പിക്കുക ഒരു ബിസ്മിൻ്റെ പേരിൽ. ചെയ്യാൻ പാടില്ല. ഇബ്നു തൈമിയ്യ പറഞ്ഞു അവിടെ ബിസ്മി ഉറക്കോതണം. എന്തിനു വേണ്ടിയിട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്? തഗ്ലീഫൻ ലിൽ ഖുലൂബ്, ദഫഅൻ ലിൽ ഹറജ്, ദഫഅൻ ലിൽ ഖിലാഫ് വശിഖാഖ്. അതുപോലെ ഖുനൂത്തിൻ്റെ വിഷയം. കാരണം ബിസ്മി ഉറക്കോതുന്നതിന് നിങ്ങൾക്ക് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ മുൻഗാമികളെ കാണാം. ബിസ്മി മെല്ലെ ഓതുന്നതിനും സഹാബികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മുൻഗാമികളെ കിട്ടും അല്ലേ? ഖുനൂത്ത് ഓതുന്നതിന് നിങ്ങൾക്ക് സലഫിൻ്റെ കാലഘട്ടത്തിലെ മുൻഗാമികളെ കിട്ടും. ഖുനൂത്ത് ഓതണ്ട എന്നതിന് മുൻഗാമികളെ കിട്ടും. അങ്ങനത്തെ ഒരു വിഷയമല്ലേ ഇത്. മറ്റേ അബൂബക്കർ സിദ്ദീഖ് എൻ്റെ ഒരു മകൻ്റെ മകൻ ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. മുഹമ്മദ് എന്നവരുടെ മകൻ മദീനയിലെ ഫുഖഹാക്കളിൽപ്പെട്ട, മദീനയിലെ 7 കർമ്മശാസ്ത്ര പണ്ഡിതൻ, ഫുഖഹാഉൽ മദീനത്തി സബഅ എന്ന് പറയുന്നവരിൽപ്പെട്ട ഒരാൾ, പേര് ഞാൻ മറന്നുപോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകൻ മുഹമ്മദ് എന്നവരുടെ മകൻ ഖാസിം ഇബിൻ മുഹമ്മദ് ഇബിൻ അബീബക്കർ. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദാ ജഹറത ബിൽ ബസ്മലതി ഫലക ഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്വ വഇദാ അസ്റർത ബിൽ ബസ്മലതി ഫലക ഫി അസ്ഹാബി റസൂലില്ലാഹി ഉസ്വ. ഈ ബിസ്മി ഇറക്കോതിയാൽ റസൂലുള്ളാഹിൻ്റെ സഹാബികളിൽ നിനക്ക് മുൻഗാമികളുണ്ട്. ബിസ്മി മെല്ലെ ഓതിയാലും മുൻഗാമികളുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വെറുതെ കുലുമാലുണ്ടാക്കാൻ വേണ്ടിയിട്ട്, നാട്ടിലെ മുസ്ലിമീങ്ങളെ 2-3 ചേരിയിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തരുത്. സലഫി എന്നും പറഞ്ഞിട്ട് അത് ശരിയാക്കി യുവാക്കല്ല. തിരിയുന്നുണ്ടോ?
അപ്പോൾ മനുഷ്യന്മാരുടെ മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള അകൽച്ച കുറക്കാൻ വേണ്ടി, അടുപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊക്കെയും കർമ്മശാസ്ത്രപരമായ പല മസാലകളിലും, എല്ലാ മസാല എന്ന് ഞാൻ പറയുന്നില്ല, കർമ്മശാസ്ത്രപരമായ ഭിന്നതകളുള്ള പല മസാലകളിലും എന്തുണ്ട്? സുതാര്യത ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ സുതാര്യത ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതോടൊപ്പം ഈ വളയം മുഴുവനും പൊട്ടിച്ച് കളയാതെ, ചാടുമ്പം ഒരു വളയം വേണമെന്നൊക്കെ പറയാറില്ലേ, വളയം പൊട്ടിച്ച് കളയാതെ, മുസ്ലിം സമൂഹത്തിൻ്റെ അഖണ്ഡത തകർത്ത് കളയാതെ ഈ മദ്ഹബി ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പോവുക എന്നതാണ് കൃത്യമായ സലഫി മദ്ഹബ്. അതോടൊപ്പം ഈ മദ്ഹബുകളുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രമാണവിരുദ്ധമായതോ ബിദ്അത്തായതോ ഒക്കെ ആയിട്ടുള്ള സംഗതികളുണ്ടെങ്കിൽ അതിനെ വളരെ ഹിക്മത്തോടു കൂടി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. അതേസമയം ഇത് വൈകാരികനായി പൊട്ടിത്തെറിച്ച് വമ്പിച്ച വിമർശനം എന്ന് പറഞ്ഞു വന്ന് ഇതിനെല്ലാം പൊളിച്ചു കളഞ്ഞ് എല്ലാ വളയവും എടുത്ത് കളയണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പറ്റും. അങ്ങനെ ചെയ്താൽ ഇപ്പം നമ്മളിന്ന് നാട്ടിൽ കാണുന്നത് പോലെയുള്ള ഗുലുമാലും കുഴപ്പമൊക്കെ ഉണ്ടാകും. ഓരോ മൗലവിക്കും ഓരോ മദ്ഹബില്ലേ. ഇപ്പം 4 മദ്ഹബ് പാടില്ല, 4 ഇമാമിയങ്ങളെ പിന്തുടരാൻ പാടില്ല എന്ന് വഴിവിട്ട രീതിയിൽ, ശരിയായ രീതിയിലല്ല, വഴിവിട്ട രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പം എത്ര മദ്ഹബാണ്? ഓരോ മൗലവിക്കും ഓരോ മദ്ഹബ്, ഓരോ മൗലവിയുടെ മദ്ഹബിൻ്റെ ഉള്ളിലും വേറെ മദ്ഹബുകൾ. ഈ രീതിയിൽ കാലം ദുഷിക്കുമെന്ന് നേരത്തെ തന്നെ പണ്ഡിതന്മാർ മുൻകൂട്ടി കണ്ടതുകൊണ്ടുകൂടിയാണ് 4 മദ്ഹബേ പാടുള്ളൂ എന്ന തിട്ടൂരം വരെ ഉണ്ടാകാൻ കാരണം. 4 മദ്ഹബേ പാടുള്ളൂ എന്നൊരു തിട്ടൂരം. ആ തിട്ടൂരത്തെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ട്രോളാറുണ്ട്. പക്ഷെ ആ തിട്ടൂരത്തിലും ഉണ്ടായിരുന്നു ചില വലിയ നിരീക്ഷണങ്ങൾ. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയെ പോലുള്ള ആളുകൾ പോലും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് ലഭ്യമാണ്, അദ്ദേഹം പറഞ്ഞു, കണ്ട മൗലവിമാരൊക്കെ, കണ്ട ഷെയ്ഖന്മാരൊക്കെ തൊള്ളെ തോന്നിയ അനുസരിച്ച് സലഫിയത്തും മദ്ഹബും ഫത്വയും പറയാൻ തുടങ്ങിയാൽ ആ സമയത്ത് നിങ്ങൾ ഈ 4 ഏതെങ്കിലും മദ്ഹബിൻ്റെ ബാക്കിൽ പോകണം എന്ന് കൃത്യമായിട്ട് അൽബാനി പറഞ്ഞിട്ടുണ്ട്. കാരണം 4 മദ്ഹബിലുള്ള ഷെറിനേക്കാളും 10 മടങ്ങ് ഇരട്ടി ഷെറാണ് എവിടെ ഉണ്ടാവുക? 40 മദ്ഹബാകുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം കെയർ ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന വെച്ചാൽ ഒരു സംഗതി വിമർശനത്തിൻ്റെ ശൈലിയൊക്കെ ആണെങ്കിൽ പോലും ഇത് പ്രയോഗവൽക്കരിക്കുമ്പോൾ പ്രയാസം തന്നെയാണ്. ഈ പറയുന്ന സുഖം ചിലപ്പോൾ എന്ത് കിട്ടൂല, പ്രയോഗിക്കുമ്പോൾ കിട്ടൂല. അപ്പോൾ നമ്മൾ കൂലങ്കഷമായി പേർത്തും ആവർത്തിച്ച് പലവട്ടം ഇതിനെക്കുറിച്ച് നന്നായി ഹോംവർക്ക് ചെയ്ത് ചിന്തിച്ച് എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഒരുപാട് അങ്ങോട്ടായി ഇങ്ങോട്ടായി സംഘടനകൾ ഭിന്നിച്ചു, വിഭാഗീയതകൾ വന്നു. സംഗതി നിങ്ങൾ പറയുമ്പോൾ നല്ല സുഖമാണ്, ഈ പറയുന്നൊക്കെ പാടപ്പോൾ നമുക്ക് നമ്മളെ നാട്ടിലും പള്ളിയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ഒപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സംഗതികൾ അടുപ്പിക്കണം. ഒരു പരിഹാരത്തിലേക്ക് നമ്മളെ ചിന്തകളൊക്കെ എങ്ങോട്ട് പോകണം? പരിഹാരം നിർമ്മിക്കുന്നതിലേക്ക് പോകണം. അല്ലാതെ ഉള്ള പരിഹാരം കൂടി തകർക്കുന്ന, ഉള്ള ഐക്യം കൂടി തകർക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്താശൈലി പോകാൻ പാടില്ല. ഇതാണ് ഇപ്പം എനിക്ക് ഒറ്റവാക്കിൽ ഇതിൻ്റെ അവസാനം പറയാനുള്ള ഒരു അവസാനത്തെ സെൻറ്റൻസ്. അല്ലാതെ ഇപ്പം ഞാനാട് പറയുമ്പോഴേക്ക് എല്ലാ പ്രശ്നം പരിഹാരമായി, ഇനി നിങ്ങൾ നേരെ പോയിക്കോളി എന്ന് പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. കാരണം അതൊക്കെ വളരെ വളരെ വിദൂരമായിട്ടുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ കാലത്ത്.